മക്കളുണ്ട്, എല്ലാവരും സഹായിക്കണം. മക്കള് സാരമില്ല, ഞാൻ പോയ എന്റെ മക്കൾക്ക് ആരുമില്ല. മക്കളെ ദൈവമായി പോകും. പൈസ ഇല്ലാത്തോണ്ടല്ലേ, അതുകൊണ്ട് എല്ലാവരും സഹായിക്കും. വിഷമിക്കണ്ട, എല്ലാവരും സഹായിക്കും. എല്ലാവരും എൻ്റെ കുട്ടികൾക്ക് ഉമ്മയെ കിട്ടാൻ വേണ്ടി സഹായിക്കണം. എല്ലാം വരും മുട്ടിയിട്ടാണ് നിങ്ങളോട് ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നത്. ഞാൻ വീണ്ടും വരെ പണത്തിലാക്കിയിട്ടാണ് ഇതുവരെ ഉമ്മയെ ചികിത്സിച്ചത്. ഇനി വേറൊരു വഴിയില്ല. എന്താണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് കൈനീട്ടുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. കിഡ്നി അസുഖത്തിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുന്ന, അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ട 39 വയസ്സ് മാത്രം പ്രായമുള്ള കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കൂടരഞ്ഞി കൽപ്പൂർ വയൽ താമസിക്കുന്ന പ്രിയപ്പെട്ട യൂനിസ് കായുടെ സാധാരണക്കാരനായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള പ്രിയപ്പെട്ടവന്റെ ഭാര്യയാണ് ഇന്ന് 2 കിഡ്നികളും ചുരുങ്ങി 3 വർഷമായി കിഡ്നി അസുഖം ബാധിച്ച് ഇന്ന് അതിന്റെ അവസാന സ്റ്റേജിൽ നിൽക്കുകയാണ്. അടിയന്തരമായി ദിവസങ്ങൾക്കുള്ളിൽ കിഡ്നി മാറ്റിവെക്കണം. 2 വൃക്കകളും ചുരുങ്ങി, 2 വൃക്കകളും തകരാറിലായി പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുകയാണ്. അസ്സലാമലൈക്കും. എല്ലാവരും എന്റെ മെച്ചയെ സഹായിക്കണം. മെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാരുണ്ടാവും. അവിടെ എല്ലാവരും എന്റെ മെച്ചയെ സഹായിക്കണം. നിങ്ങളെല്ലാം ഇന്നലെ ശരി നമുക്ക് ഉമ്മ വേണ്ടേ? നിങ്ങളെന്നെ ചിക്കന് തിരിഞ്ഞിട്ട് എന്നെ മണ്ണായിട്ടല്ലേ അല്ലേ? ആ കാണുന്നല്ലാതെ എനിക്ക് ഇത്രയും സങ്കടം. എല്ലാ വാതിലുകളും അടഞ്ഞു പ്രിയപ്പെട്ടവരെ. കിഡ്നിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞു, അതുമായി ബന്ധപ്പെട്ട സർജറിയുടെ കൗൺസിലിംഗ് കഴിഞ്ഞു, അതിന്റെ എല്ലാ നടപടികളും കഴിഞ്ഞു. പ്രൈമറി ലിസ്റ്റിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ പേരുണ്ട് 6ാമതായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളായി ഇവർ കാത്തിരിക്കുകയാണ്. സർജറി തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനുള്ള ധൈര്യമില്ലാത്ത ഒരു കുടുംബം. ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ സങ്കടം പിടിച്ചു വെക്കുകയാണ്. അറിയില്ല, പൊട്ടാൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ ഒരാൾ കണ്ടെങ്കിൽ ഒരാളാണ് പ്രിയപ്പെട്ടവരെ. ഈ മക്കൾ ആലോചിച്ചോണ്ട് എന്റെ പ്രിയപ്പെട്ട ആളുകൾ സഹായിക്കണേ. ഞാൻ ഇവർക്ക് ധൈര്യം കൊടുക്കുകയാണ്, ഇവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ ഈ സഹോദരിയുടെ സർജറി മുടങ്ങൂല, ഈ സഹോദരിക്ക് ഒരു അപകടം സംഭവിക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട നന്മയുള്ള സഹായിക്കുന്ന കാരുണ്യ മനസ്സുകളോട് അവരുടെ നിങ്ങളെ മുമ്പിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാനൊന്നും വരെ സങ്കടം കേൾക്കുന്ന ഒറ്റ ദിവസമില്ലാതെ എന്റെ മുന്നിൽ ഡെയിലി ഈ മക്കളെ ഞാൻ കാണാണ്. രാവിലെ ആയിട്ടും വൈകുന്നേരമായിട്ടും ഈ മക്കൾക്ക് ഉമ്മനെ കൊടുക്കണം. അസ്സലാമലൈക്കും. നമുക്ക് വേറെ വരില്ല. നമുക്ക് സഹായം. ഈ പ്രിയപ്പെട്ട സഹോദരി ഛർദിയും വലിയ പ്രയാസങ്ങളുമായി ഇന്ന് പ്രയാസം അനുഭവിക്കുകയാണ്. നല്ല തടി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട റുക്സാനത്ത, ഇന്ന് തടി പോയി, നരം വ്യത്യാസം വന്ന് ഇന്ന് ജീവിക്കാനുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. 700-ൽ പരം ഡയാലിസിസ് ഇതിനോടകം നടത്തി കഴിഞ്ഞു. ഒരു സാധാരണക്കാരനാണ്. ഇനി പണയം വെക്കാൻ ഒന്നും ബാക്കിയില്ല. വീട് പണയം വെച്ചു, കിട്ടാവുന്നിടത്തോളം ഒക്കെ കടം വാങ്ങിയിട്ടുണ്ട്. നാട്ടുകാരുടെ അടുത്തൊന്നും സഹായം കിട്ടിയിട്ടാണ് ഇത്രയും കാലം പിടിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിക്കണേ. ഈ കുടുംബത്തെ ഓർത്തുകൊണ്ട് നിങ്ങളെ മുമ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി, എല്ലാത്തിനും ഉപരി ഞാൻ ഈ മക്കളെ ഈ വീട്ടിലേക്ക് കണ്ടപ്പോ ഈ മക്കളെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഈ മക്കളെ മുഖം കണ്ടപ്പോ ആകെ തകർന്നു പോയതാ എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട് ഒരുമിച്ച് നിങ്ങളെ കൂടെ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഈ പ്രിയപ്പെട്ട മോനൊക്കെ ഇത് പറയുന്ന സമയത്ത് അനുഭവിക്കുന്ന സങ്കടം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ മക്കളാണെങ്കിൽ
നമ്മളെ പേരക്കുട്ടികളാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ കരയുന്നതെങ്കിൽ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ജനങ്ങളെ മുമ്പിൽ കൈനീട്ടുകയല്ലാതെ, അല്ലെങ്കിൽ മരണത്തിന് വിട്ടുകൊടുക്കണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സിക്കാൻ കഴിയാതെ മരണത്തിന് വിട്ടു. ഒരു നാട് ഇങ്ങനെ ഒരുമിച്ച് കൂടി മഹല്ല് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും പോലീസും ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ഈ നാട്ടിലെ സഹോദരങ്ങളും അല്ലാതെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മാർഗവും ഇല്ലാത്തതിന്റെ പേരിൽ സഹായം കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ വാവിട്ട് കരയുന്ന തന്റെ സങ്കടം കൊണ്ട് തന്റെ മക്കളെ ഭാവി ഓർത്ത് പ്രയാസപ്പെട്ട് കണ്ണീരോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ സങ്കടം തുറന്നു വിട്ടിട്ടുള്ള ആ പ്രിയപ്പെട്ട റുക്സാനയുടെ കുടുംബത്തെ, ആ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണേ. പ്രയാസപ്പെട്ട് നാട്ടുകാരെ സമീപിച്ചപ്പോൾ എടുത്തു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. 3 വർഷത്തോളം ഞങ്ങൾ ശ്രമിച്ചെങ്കിലും അത് എടുത്തു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിനീതമായിട്ട് നിങ്ങളുടെ ദയവ് ആഗ്രഹിച്ചുകൊണ്ട് പറയാം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ നാടിനെ സഹായിക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാടിന് ഒരു കാലത്തും അത് സമാധാനം കിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾക്ക് ഇത് തീരാത്ത ദുഃഖമാണ്. വിനീതമായിട്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെല്ലാവരും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നായെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. മുക്കം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. കൂടരഞ്ഞി പഞ്ചായത്തിൽപ്പെട്ട കൽപ്പൂർ വയലിൽ റുക്സാന എന്ന നമ്മുടെ സഹോദരി ഇരുവക്തകളും തകരാറായി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അവരുടെ ചികിത്സാർത്ഥം ഈ നാട്ടുകാരും സമീപ പ്രദേശത്തെ ആളുകളും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കൂട്ടായും ഒത്തൊരുമിച്ചും ആ സഹോദരിക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പിന്തുണയുമായി ഇവരുടെ ഒപ്പമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ഞാൻ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായം നമുക്ക് കിട്ടിയിട്ട് ആ സഹോദരിയെ അവരുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സഹായങ്ങൾ ആരൊക്കെയാണോ സഹായിക്കുന്നത് അവർക്കൊക്കെയും സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകി അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ പ്രാർത്ഥനകളും മുഴുവൻ പിന്തുണയും ഇതോടൊപ്പമുണ്ട്. എല്ലാ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായസഹകരണങ്ങളും ചെയ്ത് ആ സഹോദരിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇത് ഞങ്ങളുടെ കൂടരഞ്ഞി ഗ്രാമം ഒന്നടങ്കം സംഘടനത്തിലാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും, ലോകത്തിന്റെ വിവിധ കോണുകളിലെ മുഴുവൻ ആളുകളും ഈ ഒരു പരിപാടിക്ക് വേണ്ടി, ഈ സഹായത്തിന് വേണ്ടി എല്ലാവിധ സഹായ സഹകരണം നൽകണമെന്ന് വിനീതമായി. ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. എന്താ ചെയ്യേണ്ടത് അറിയില്ല. കൊറോണ വന്ന അവസ്ഥ എല്ലാം കൊണ്ടും ഞങ്ങൾ സാമ്പത്തികമായിട്ട് പറ്റ അമർച്ചയിലുള്ള ടൈമിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. 2 കൊല്ലത്തോളമായി യാതൊരു മാർഗവും. എല്ലാം കൊണ്ടും ഞങ്ങൾ ശ്രമിച്ചു നോക്കി, എന്നാലും ഒക്കുന്നില്ല. അതിനോണ്ട് കഴിയുന്ന വിധം എല്ലാവരും സഹായിച്ച് അവളെ രക്ഷിക്കണം. അതേ പറയാനുള്ള എല്ലാവരും. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഷമീർഖാൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും കണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇതിൻ്റെ പ്രയാസവും കാര്യങ്ങളും ഞങ്ങളിപ്പോൾ നാട്ടുകാർ ഒന്നായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്താർ MP. എൻ്റെ വീട് ഗോതമ്പ് റോഡാണ്. ഞാനിന്ന് ഷമീർഖാൻ്റെ അപ്പുറം ഹോസ്പിറ്റലിലേക്ക് വീഡിയോ എടുക്കാൻ പോയപ്പോൾ റുക്സാന താത്തൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ആ 2 പിഞ്ചു കുട്ടികൾ അടക്കം കരയുന്ന ആ ഒരു അവസ്ഥ ഏതൊരു മനഃശാസ്ത്രമുള്ള ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല. നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയോര പ്രദേശമാണ്, സാധാരണക്കാരാണ് പ്രിയപ്പെട്ടവര്. വലിയ സംഖ്യയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 30 ലക്ഷത്തിന് മുകളിൽ നമുക്ക് സ്വരൂപിക്കേണ്ടതുണ്ട്. റുക്സാനയുടെ പേരിൽ കോഴിക്കോട് മാവൂർ റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മെയിൻ അക്കൗണ്ടും അതേപോലെ തന്നെ റുക്സാനയുടെ പേരിലുള്ള ഗൂഗിൾ പേ UPI അക്കൗണ്ടുമാണ് വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വലിയ സഹായവും വലിയ മനസ്സും നിങ്ങൾ കാണിക്കണേ.